ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായ തുമ്പികളെ കാണാനും പിടിക്കാനും ആഗ്രഹിച്ചിരുന്ന കാലമാണ് ബാല്യം. എന്നാൽ ബാല്യത്തിൽ നാം പുറകെ പോയ തുമ്പികളുടെ ജീവിതയാത്ര എത്ര വലുതാണ് എന്നതിൽ അതിശയം തോന്നിയേക്കാം. പെൺതുമ്പികൾ നൂറുകണക്കിന് മുട്ടകൾ ജലസസ്യങ്ങളുടെ ഉള്ളിലോ നനഞ്ഞ ചെടിയിലോ നേരിട്ട് വെള്ളത്തിലോ നിക്ഷേപിക്കുന്നു. അനുയോജ്യമായ താപനിലയിൽ 2 മുതൽ 5 ആഴ്ചയ്ക്കുള്ളിൽ ഇവ വിരിയുന്നു. മുട്ട വിരിഞ്ഞ് വരുന്ന ലാർവകൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ് ചിലവഴിക്കുന്നത്. ഇവ 6 മുതൽ 18 തവണ വരെ തോൽ പൊഴിക്കുന്നു. ഈ ഘട്ടം ഏതാനും മാസങ്ങൾ മുതൽ 5 വർഷം വരെ നീണ്ടു നിന്നേക്കാം. ഇവ വെള്ളത്തിനടിയിലെ ചെറിയ പ്രാണികൾ, തവളക്കുഞ്ഞുങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവയെ വേട്ടയാടി ഭക്ഷിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ലാർവകൾ രാത്രിയിലോ പുലർച്ചെയോ വെള്ളത്തിന് പുറത്തുള്ള ചെടികളിലോ പാറകളിലോ കയറി അവസാനമായി തോൽ പൊഴിക്കുന്നു. വിരിഞ്ഞ് പുറത്തു വന്ന ഉടനെയുള്ള പ്രാണികൾ വളരെ മൃദുവും നിറം കുറഞ്ഞയുമായിരിക്കും. പിന്നീടവ ആകാശത്തിലെ മികച്ച വേട്ടക്കാരായി മാറുന്നു. ഈച്ചകൾ, തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ എന്നിവയെ വേട്ടയാടി പിടികൂടി ഭക്ഷിക്കുന്നു. വെള്ളത്തിനിടയിൽ ഒളിച്ചിരുന്ന് വേട്ടയാടുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്ന് ആകാശത്തെ വേഗതയേറെ യുദ്ധവിമാനമായി മാറുന്ന പോലെ തുമ്പിയുടെ ഈ രൂപാന്തരം അത്ഭുതകരമാണ്. ഒരിക്കൽ ആകാശത്തിലേക്ക് ഉയർന്ന തുമ്പി പിന്നീട് ഒരിക്കലും തൻ്റെ പഴയ വെള്ളത്തിനടിയിലെ ജീവിതത്തിലേക്ക് മടങ്ങുന്നില്ല. എന്നും വെള്ളത്തിനിടയിൽ തന്നെ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവയല്ല തുമ്പികൾ. ഒരിക്കൽ തൻ്റെ പുറന്തോടുകൾ പൊട്ടിച്ച് മനോഹരമായ ചിറകു വിടർത്തി ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കേണ്ടവയാണ് അത്. മനുഷ്യൻ ഈ തുമ്പികളിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നും നിരാശയിലും പാപത്തിലും തെറ്റുകളിലും ഒതുങ്ങിക്കൂടാൻ നിയോഗിക്കപ്പെട്ടവരല്ല നാം ആരും. പാപത്തിൻ്റെയും വീഴ്ചകളുടെയും പുറന്തോടുകൾ വലിച്ചെറിഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്നു പറക്കാൻ ശ്രമിച്ചേ മതിയാകൂ. തെറ്റുകളും കുറവുകളും സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവയിൽ തന്നെ അടിമപ്പെട്ട് ജീവിക്കാതെ പുതിയൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനം. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ ഒരുത്തിന് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ സൃഷ്ടി ആവുക എന്നതാണ് പ്രധാനം. ജീവിതത്തിലെ പ്രതിസന്ധികളും പരാജയങ്ങളും ഒരു തടവറയല്ല, മറിച്ച് പുതിയൊരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ്. പഴയ സ്വഭാവങ്ങളും തെറ്റുകളും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് വാനോളം ഉയരാൻ സാധിക്കുകയുള്ളൂ. നൽകപ്പെട്ടിരിക്കുന്ന ചിറകുകൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയിലേക്കും പുതിയ അവസരങ്ങളിലേക്കും ഉയർന്നു പറക്കാൻ ശ്രമിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഴാതെ തളരാതെ മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. വീഴാതെ തളരാതെ മുൻപോട്ടു പോകുവാൻ നിൻ കൃപയൊന്നു മാത്രം മതിയെനിക്ക്. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. കാഴ്ചയാലല്ല ഞാൻ വിശ്വാസത്താലത്രേ യേശുവിൻ മുഖം നോക്കി പോയിടുന്നു. നിൻഹിതം പോലെന്നെ മെനഞ്ഞിടുവാൻ നിൻ കരമതിലെന്നെ നൽകിടുന്നു. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ